എല്ലാവർക്കും നമസ്കാരം. ഇത് ജീവിത എഴുന്നള്ളത്താണ്. കോട്ടയം പള്ളിപ്പുറത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവത്തോടനുബന്ധിച്ച് 10ാം ദിവസം, അതായത് മേടം 10-ന് പള്ളിപ്പുറത്തുകാവിലമ്മ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെത്തി തേവരെ കണ്ട് തിരിച്ച് കുമ്പോടത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ആ യാത്രയ്ക്കാണ് ജീവിത എഴുന്നള്ളത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിത എന്ന വാക്ക് ജീവചൈതന്യം എന്നതിൽ ലോപിച്ചുണ്ടായതാണ്. സേവിത, അതുപോലെ ശിവേലി എന്നതൊക്കെ ഇതിൻ്റെ വകഭേദങ്ങളുമാണ്. സാധാരണയായി കോട്ടയം ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലധികം നാം ഇത് കാണാറില്ല. ഇത് കൂടുതലും ഓണാട്ടുകരയിലാണ്, അതുപോലെ ആലപ്പുഴ, കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായും ഇത് കാണപ്പെടുന്നത്. ഒരു ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചൈതന്യം, അതായത് ദേവീക്ഷേത്രങ്ങളിലാണ് ഇത് കൂടുതലായും ചെയ്തു വരുന്നത്. ആ ദേവി തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ കാണുന്നതിനെയോ അഷ്ടദിക്പാലകരെ കാണുന്നതിനോ ഒക്കെയായി ക്ഷേത്രത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നതിനെയാണ് ജീവിത എഴുന്നള്ളത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 10ാം ഉദയ ദിവസം ഏറെ പ്രത്യേകതയുള്ള മറ്റൊന്നാണല്ലോ കുമ്പോടം തുള്ളൽ. ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെയാണ് നാം ഇത് കൂടുതലായും കാണുന്നത്. മീനഭരണി മുതൽ വ്രതമെടുത്ത പുരുഷന്മാർ, ബാലകർ ഒക്കെയാണ് ഈ മഞ്ഞൾ കുടങ്ങൾ തലയിലേറ്റി കുമ്പോടം തുള്ളി ദേവിക്ക് അകമ്പടി സേവിക്കുന്നത്. ഈ എണ്ണക്കുടങ്ങൾ നേർച്ചയായി ചെയ്യപ്പെടുന്നതാണ്, വഴിപാടാണ്. ഇത് തദ്ദേശീയരായിട്ടുള്ളവർ നേരത്തെ തന്നെ ഇതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട്. അവനവൻ്റെ ആ ഓരോ രീതിക്ക് അനുസരിച്ചിട്ട് ഇത് ചെയ്യാം. എങ്കിലും വ്രതമുണ്ട്. കുറേയേറെ ദിവസം മീനഭരണി മുതൽ ഇവർ വ്രതത്തിലാണ്. ആ നോയമ്പിൻ്റെ അവസാന ദിവസമാണ് ഇങ്ങനെ ഈ എണ്ണക്കുട നേർച്ച ചെയ്യുന്നത്, ദേവിക്ക് അകമ്പടിയായി പോകുന്നത്. മഞ്ഞൾ മുക്കിയ വസ്ത്രം ധരിച്ച് എണ്ണക്കുടം തലയിലേന്തി ഈ വ്രതമെടുക്കുന്ന ആളുകൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ജീവിത എഴുന്നള്ളത്തിന് അകമ്പടിയായി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങും. ജീവിത എഴുന്നള്ളിപ്പ് പ്രത്യേകമായി പരിശീലനം ലഭിച്ച ശാന്തിക്കാർക്ക് മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതായത് വാദ്യവുമായി ഒരു താതാത്മ്യം പ്രാപിക്കൽ ഇവിടെ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. ഇവരുടെ ഓരോ ചുവടുവെപ്പും വാദ്യങ്ങളുടെ ആ ഒരു മേളത്തിനനുസരിച്ചായിരിക്കും. ഇതിനുപയോഗിക്കുന്ന വാദ്യങ്ങളെന്ന് പറയുമ്പോൾ വലിക്കാൻ ചെണ്ട,
ഉറാട്ട് ചെണ്ട, കൊമ്പ്, കുഴൽ, ഇലത്താളം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിലെ താളങ്ങൾ ലക്ഷ്മി, ചെമ്പ, ത്രിപുട, ചെമ്പ പഞ്ചാരി, അടത പഞ്ചാരി, വിഷമകുണ്ടൽ, അങ്ങനെ ഒരുപാട് താളങ്ങളുണ്ട്. അപ്പോൾ ഓരോ താളങ്ങളും മാറുന്നതിനനുസരിച്ചിട്ടാണ് തിരുമേനിമാർ ചൂടുവയ്ക്കുക. കെട്ടുജീവിത, ഉറജീവിത എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. ഉറജീവിത എന്ന് പറയുമ്പോൾ കാരാഴ്മ ദേശത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഓണാട്ടുകര ഭാഗത്തൊക്കെ ചെന്നാൽ വളരെ വിപുലമായ രീതിയിൽ കാണുവാൻ സാധിക്കും. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പിന്മുറക്കാരുടേതാണ് ഈ പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രം എന്നതും ഏവർക്കും അറിവുള്ളതാണ്. അങ്ങനെ തിരുനഗര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ജീവിത എഴുന്നള്ളത്തും കുംഭോട ഘോഷയാത്രയും ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഈ കടന്നു പോരുന്ന വഴികളിലൊക്കെ തന്നെ ഭക്തജനങ്ങൾ ദേവിയുടെ വരവേൽപ്പ് കാണുവാനായി കാത്തു നിൽക്കുകയും ദേവിക്ക് ആദരവർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം വെച്ച് ഈ എണ്ണക്കുടങ്ങളൊക്കെ തന്നെ ശ്രീകോവിലിൻ്റെ ഒക്കെ മുൻപിൽ സമർപ്പിച്ച് ചെണ്ടുകളൊക്കെ മാറ്റിയ ശേഷം വ്രതമെടുത്തവർ പിന്മാറുന്നു. ശേഷം ഈ ജീവിത എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. മേടം 10 സൂര്യൻ അത്യുച്ച രാശിയിൽ കാണപ്പെടുന്ന ദിവസമാണ്. ഇന്നേ ദിവസമാണ് സൂര്യൻ ഏറ്റവും ബലവാനായി നാം കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം കാർഷിക വൃത്തിക്ക് വളരെ അനുയോജ്യമായാണ് കരുതപ്പെട്ടു പോരുന്നത്. അതായത് വിത്ത് മുളപ്പിക്കുന്നതിനും പുതിയ തൈകൾ നടുന്നതിനുമൊക്കെ ഏറ്റവും ഉചിതമായ ദിവസമാണിത്. അതുകൊണ്ടാണ് ഇതിന് 10ാം ഉദയം എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ജീവിത വിജയത്തിന് സർവ്വ ഐശ്വര്യങ്ങളും സമസ്തർക്കും ഉണ്ടാകുന്നതിനും വേണ്ടിയുള്ള ദേശദേവതയോടുള്ള ഒരു പ്രാർത്ഥന കൂടെയാണ് ഈ 10ാം ഉദയം മഹോത്സവം.